ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറച്ചധികം നാളായില്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട്, കുറച്ച് ബിസി ആയിപ്പോയി. എനിക്ക് തോന്നുന്നു ഒക്ടോബർ മന്ത് സ്റ്റാർട്ട് ചെയ്ത ശേഷം എൻ്റെ യൂട്യൂബിൽ ഒരു വീഡിയോ പോലും അപ്ലോഡ് ആയിട്ടില്ല. എനിക്ക് ഷോർട്സും ഞാനങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി ഫോർ ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറം എന്ന് പറയാൻ പറ്റില്ല, അതിനെ സ്പ്രേ അങ്ങനെ പറയാം. ഓക്കെ, അതാണ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ഹെയർ ഫോൾ ആയിരുന്നു, അപ്പോൾ അത് കൺട്രോൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് ഷോർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ഷോർട്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോളായിട്ട് പോകുന്നുണ്ട്. സ്പെഷ്യലി ഞാനിങ്ങനെ കുറച്ചധികം ലെങ്ത് ഉണ്ടായിരുന്നു ഹെയർ, അതുപോലെ തന്നെ ഒരുപാട് പോകുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഫ്ലോറിലൊക്കെ നിറച്ചും മുടിയായിരിക്കും. പക്ഷെ ഇപ്പോൾ അത് കുറച്ചൊന്ന് കൺട്രോൾ ആയിട്ടുണ്ട്. ഒട്ടുമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ലിമിറ്റ് ആയിട്ടുണ്ട് അതിന്, ഹെയർ ഫോളിന്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് മാനേജ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഷോർട്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് കുറച്ചധികം നന്നായിട്ട് മാനേജ് ചെയ്യാനും ഹെയർ കെയർ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുൻപേ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കും. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് റോസ്മേരിയുടെ ലീവ്സാണ്. അത് എടുത്തിട്ടുണ്ട്, കുറച്ച് മതി കേട്ടോ. പിന്നെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്, പിന്നെ 4 ക്ലോവ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി തോല് കളയണമെന്നില്ല, അതിങ്ങനെ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഈ 1 ഗ്ലാസ് വെള്ളം എന്നുള്ളത് തിളപ്പിച്ച് വരുമ്പോഴത്തേക്കും അത് കുറച്ചൊന്ന് കുറയും. ഓക്കെ, അപ്പോൾ ഇതാ നന്നായിട്ട് ഇത് തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. പിന്നെ കളർ ഇതേപോലെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്ലൈ ചെയ്യാനുള്ള വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ ഒന്നിങ്ങനെ മുക്കിയിട്ട് സ്കാൽപ്പിൽ ഇങ്ങനെ തേച്ച് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ, ആ ഒരു മെത്തേഡിലാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ അതിന്. ലൈക്ക് ആ ഒരു ഇഞ്ചിയുടെയും അതേപോലെ റോസ്മേരിയുടെയൊക്കെ നല്ല മണമുണ്ട്. റോസ്മേരി ലീവ്സ് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ അത് തേച്ചാൽ മതി, അത് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡ്രൈഡ് ലീവ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ നൈറ്റിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ചിലർക്ക് ഈ നീർക്കെട്ടിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നൈറ്റിൽ അപ്ലൈ ചെയ്ത് കിടക്കണം എന്നില്ല, കുളിക്കാൻ നേരത്ത് അപ്ലൈ ചെയ്താലും മതി. നന്നായിട്ട് ഗ്രേ ഹെയർ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്, അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അതേപോലെ ഇവിടെ കുറച്ച് കഷണ്ടി ആയി വരുന്നുണ്ട്, അപ്പോൾ അവിടെയും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കും. ചൂടാ വാട്ടർ ഉണ്ട്, ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ അത് തീരും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കിത് അത്യാവശ്യം നല്ലപോലെ എഫക്റ്റീവ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ എഫക്റ്റീവ് ആയിക്കൊള്ളണം എന്നൊന്നുമില്ല, പക്ഷെ ഇത് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഭയങ്കര പെട്ടെന്ന് നമുക്ക് ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. റോസ്മേരി ലീവ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇഞ്ചി, ക്ലോവ്സ് ഒക്കെ ഉലുവ നമുക്ക് വീട്ടിൽ തന്നെ ഓൾറെഡി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.